ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞു മോളാണ് ദിയ ഫാത്തിമ. 8 വർഷം മുന്നേ കാണാതായ ദിയ ഫാത്തിമ എന്ന കുഞ്ഞു മോളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ലക്ഷോപലക്ഷം ആളുകളാണുള്ളത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ മോളെ തിരിച്ചു കിട്ടാനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ഉമ്മ അനുഭവിച്ച വേദന ഒക്കെ മാറി ആ മനസ്സ് ഒരു സന്തോഷത്തിൻ്റെ അലകടലായി മാറട്ടെ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. സത്യം പറഞ്ഞാൽ മരണത്തെക്കാളും വലിയ വേദനയാണ് സ്വന്തം കുഞ്ഞ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ. അല്ലാഹുവിന് തീർച്ചയായും അറിയാം ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന്. ആ ഉമ്മാക്ക് മോളെ വേഗം തിരിച്ചു കിട്ടട്ടെ. ഒരുപക്ഷെ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം ഈ മോളെ കാണാതായ വിവരം. പക്ഷേ ഇത് അറിയാത്ത കുറേ പേരുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴേക്കും ധാരാളം പേര് എന്നോട് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിയണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അവരും വളരെ ആകാംക്ഷയോടെ തന്നെ ഇതറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 8 വർഷം മുമ്പ് കാണാതായ കുട്ടിയാണോ ഇത്? ദിയ ഫാത്തിമ. കുറേ ദിവസങ്ങളായി ദിയ ഫാത്തിമയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി കാണാൻ തുടങ്ങിയിട്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ആരാണ് ദിയ ഫാത്തിമ എന്ന കുഞ്ഞുമോള്? എങ്ങനെ 8 വർഷം മുമ്പ് ഈ കുഞ്ഞിനെ കാണാതായി? 8 വർഷം മുമ്പ് 1.5 വയസ്സായിരുന്നു കുഞ്ഞിന്. ഈ സംഭവം നടക്കുന്നത് ഇരുട്ടി എന്ന സ്ഥലത്ത് വെച്ചാണ്. 2014 ഓഗസ്റ്റ് മാസം, നല്ല മഴയുള്ളൊരു ദിവസം. അന്ന് ദിയ ഫാത്തിമയും കുടുംബവും ഉമ്മയുടെ വീട്ടിലായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. രാവിലെ 9:30 മണിക്ക് കുഞ്ഞിൻ്റെ ഉമ്മ നല്ല അടുക്കള പണിയിലായിരുന്നു. എല്ലാവർക്കും മഴയത്തൊരു ചൂട് ചായ ഉണ്ടാക്കി കൊടുത്ത് ആ കൊച്ചു കുഞ്ഞിനും ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അപ്പോൾ ആ ഉമ്മ കുഞ്ഞിനൊരു ഉമ്മയും കൊടുത്തിരുന്നു. പക്ഷേ അത് മകൾക്ക് കൊടുത്ത അവസാനത്തെ മുത്തമാണ് എന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നീട് കുഞ്ഞിനെ സെൻട്രൽ ഹാളിൽ കൊണ്ട് ഇരുത്തിയിട്ട് നേരെ ആ ഉമ്മ അടുക്കള പണിയിലേക്ക് പോയി. അടുക്കളയിൽ ഇരിക്കുമ്പോൾ വീടിൻ്റെ ഓടിന് മുകളിൽ ഒരു മച്ചിങ്ങ വന്ന് വീണു ഓട് പൊട്ടി ചെറുതായി വെള്ളം അകത്തേക്ക് വന്നു. അപ്പോൾ ഉമ്മ ആലോചിച്ചു, ഇത് നല്ല തണുപ്പാണ് പുറത്ത്. കുഞ്ഞിന് മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി ഒരു മങ്കി ക്യാപ്പ് അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന അലമാരയിൽ നിന്നും പുറത്തെടുത്തിട്ട് ഹാളിലേക്ക് ആ ഉമ്മ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കാണാനില്ല. ആ വീട് മൊത്തം അരിച്ചു പറക്കിയെങ്കിലും കുഞ്ഞിനെ കണ്ടില്ല. 3-4 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഇത്രയും സംഭവിച്ചത്. ആ സമയം കൊണ്ട് കുഞ്ഞ് മിസ്സിംഗ് ആയി. ഉമ്മയ്ക്കാണെങ്കിൽ ആകെ ബേജാറായി. ഉടൻ തന്നെ ഉമ്മായും ബാപ്പായും എല്ലാവരും വീട്ടിലും റോഡിലും ഒക്കെ പോയി തപ്പി. ആദ്യം പോയത് വീട്ടിൻ്റെ മുമ്പിലെ ഒരു കൈത്തോടിനടുത്തേക്കാണ്. പിന്നെ തോടിൻ്റെ വക്കിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നു. തോട്ടിലെങ്ങാനും വീണു പോയോ എന്ന് ചിന്തിച്ചു. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. അങ്ങനെ പെട്ടെന്ന് തന്നെ നാട്ടിൽ സംഭവം പാട്ടായി. നാട്ടുകാരൊക്കെ സഹകരിച്ച് കുഞ്ഞിനെ തപ്പാൻ തുടങ്ങി. കൈത്തോട് പോകുന്നത് ഒരു പുഴയിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാലവും ഉണ്ട്. തോടിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ അവിടെ എത്തണം. പാലത്തിന് അങ്ങോട്ട് ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്തു. അവിടെ സ്ഥിരമായിട്ട് വല വിരിക്കാറുള്ള പയ്യന്മാർ കുഞ്ഞിനെ കിട്ടാനായിട്ട് വല വിരിച്ചു ഒക്കെ തേടി നോക്കി. എന്നിട്ട് കുഞ്ഞിനെ കിട്ടാത്തപ്പോഴേക്കും അവസാനം അവർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസും കൈത്തോടിനെ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം തുടങ്ങി. കരയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അവർ തയ്യാറായതേ ഇല്ല. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു തോട്ടിൽ പോയിട്ടില്ല എന്ന്. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തില്ല എന്നാണ് അറിഞ്ഞത്. ഡ്വാഗ് സ്ക്വാഡും വന്നു. പെരുന്നാൾ ദിവസം കുഞ്ഞ് അണിഞ്ഞിരുന്ന ഡ്രസ്സ് മണത്ത നായി നേരെ ഓടിയത് വീടിൻ്റെ പുറകുവശത്തേക്കാണ്. വലിയ ഒരു സൂചനയാണ് പോലീസ് നായി നൽകിയത്. പോലീസ് അതും അവഗണിച്ചു. പോലീസുകാർ ചിന്ത മാറ്റാൻ തയ്യാറായതുമില്ല. ഉമ്മ ഒരു സൂചന കൂടി കൊടുത്തു. കുഞ്ഞിന് അവസാനം കൊടുത്ത ചായ ഗ്ലാസ് ഉമ്മറത്ത് കമിഴ്ത്തി വെച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യാനിടയില്ല. കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയ ആൾ തന്നെ ആയിരിക്കണം ഇത് കമിഴ്ത്തി വെച്ചത്. ഗ്ലാസ്സിൽ ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതും ചെയ്തില്ല എന്ന് പറയുന്നു. കുഞ്ഞ് നഷ്ടമായ വിവരം മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു. അങ്ങനെ അത് വൈറലായി. 1 മാസം കഴിഞ്ഞു. അങ്കമാലിയിൽ നിന്നും ഇവർക്ക് ഒരു കോള് വരുന്നു. ഒരു സ്ത്രീയാണ് വിളിച്ചത്. ദിയ ഫാത്തിമയെ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു തമിഴൻ്റെ കൂടെ കണ്ടു എന്നാണ് വിവരം. മാതാപിതാക്കൾ ഉടനെ ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് CCTV നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുകയും പക്ഷേ എല്ലാവരും കൂടി അവിടെ എത്തിച്ചേരുമ്പോഴേക്കും
ഈ ആൾ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു നല്ല അവസരം ഇവിടെ നഷ്ടപ്പെട്ടു. കുഞ്ഞിനെ തിരിച്ചു കിട്ടാവുന്ന ഒരു അവസരമായിരുന്നു ഇത്. 6 മാസത്തിന് ശേഷം വന്ന പോലീസ് റിപ്പോർട്ടിൽ മാതാപിതാക്കൾ CCTV നോക്കിയിട്ട് അങ്കമാലിയിൽ വെച്ച് കണ്ട കുഞ്ഞ് ദിയ ഫാത്തിമ അല്ല എന്ന് പറഞ്ഞതായിട്ടായിരുന്നു റിപ്പോർട്ട്. പക്ഷേ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് വക്കീൽ മുഖേനയാണ് കുഞ്ഞിൻ്റെ വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. കേസിൻ്റെ തുടക്കം മുതൽ വളരെ അനാസ്ഥയോടെയാണ് പോലീസ് ഇത് കൈകാര്യം ചെയ്തിരുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നാൽ കുഞ്ഞിനെ കിട്ടുമായിരുന്നു. പാവങ്ങളല്ലേ, ഇങ്ങനെ മതിയെന്ന് അവരൊരു പക്ഷേ ചിന്തിച്ചു കാണും. മിസ്സിംഗ് കേസായി ഫയൽ പോലും ചെയ്തിട്ടില്ല എന്നാണ് കുഞ്ഞിൻ്റെ ഉമ്മായും ബാപ്പായും പറയുന്നത്. 1.5 വർഷം മുമ്പ് മാതാപിതാക്കൾ ഒരു വ്ളോഗ് ചാനലിൽ വന്ന് വിവരങ്ങൾ പങ്കുവെച്ചു. 8-9 വർഷമായി കാണാതായ കുഞ്ഞിന് വേണ്ടി ഈ കുടുംബം നീറി കരയുകയാണ്. എന്തിനാണ് ഇതൊക്കെ? എങ്ങനെയാണ് ഞാനിവിടെ പറയുന്നത്? കണ്ണുകളൊക്കെ നിറയുന്നു ഈ കഥ കേൾക്കുമ്പോഴേക്കും. ഒരു കുഞ്ഞിന് ഇതുപോലെ ഒന്നും ഒരിക്കലും സംഭവിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നീട് ഒരു നാടോടി കുട്ടിയുടെ ഫോട്ടോ ഈ അടുത്തിടെ വൈറലായിരുന്നു. അത് 8 വർഷം മുമ്പ് കാണാതായ കുഞ്ഞ് ആണ് എന്നൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആ ഉമ്മായിക്ക് ഈ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് താല്പര്യം. എന്തു തന്നെയാണെങ്കിലും ഈ നാടോടിയായിട്ട് കണ്ട കുഞ്ഞ് ഇവരുടെ കുഞ്ഞ് തന്നെ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഇവർക്കുണ്ട്. DNA ടെസ്റ്റൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഉമ്മായിക്കും ഉപ്പായിക്കും എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ആ അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്യാം. ഇങ്ങനെ ഒരു ഹൃദയം നുറുക്കുന്ന വേദന ജനിപ്പിക്കുന്ന ഒരു വിഷയം എല്ലാവരുമായിട്ടും പങ്കുവെക്കാൻ തന്നെ വളരെയധികം ദുഃഖത്തോടെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു സംഭവത്തിനെ പറ്റിയും കുഞ്ഞുങ്ങളുടെ കാണാതാവുന്ന ഒരു കാര്യം ഇടയ്ക്കിടെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉമ്മ പറയുന്നത് ഉമ്മ നേരെ നോക്കിയില്ല എന്ന് പറഞ്ഞ പഴിയൊക്കെ പുറത്തു നിന്നുമൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അതൊന്നുമല്ല, വീട്ടിനകത്തിരുന്ന കുഞ്ഞിനെയാണ് ഇതെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ഒരു അനുഭവമായിട്ടിരിക്കണം. കാരണം നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ കാണാതാവുക എന്ന് പറഞ്ഞാൽ ആ ഉമ്മയ്ക്കും പാപ്പായ്ക്കും അത് ആർക്കും, ഇത് കേൾക്കുന്ന ആർക്കും തന്നെ ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ അടുത്തടുത്ത് ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എൻ്റെ കേരളത്തിന് പുറത്തുള്ള ധാരാളം ഫാമിലി മെമ്പേഴ്സ്, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഞാൻ ഈ സംഭവത്തിനെ പറ്റി സൂചിപ്പിച്ചപ്പോഴേക്കും അവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ഇത് ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു വീഡിയോയിൽ നിന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം ധാരാളം സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തിനെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരുപാട് പേരിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് നന്നായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഫലിക്കുകയും അള്ളാഹു ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഉമ്മയുടെയും ബാപ്പായുടെയും അടുത്ത് എത്തിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥന മനസ്സിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതും അല്ലാത്തതും ഒരുപാട് എൻ്റെ പരിചയത്തിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മായുടെ ഒരു ഫോൺ സംഭാഷണമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. എന്നോട് ഞാൻ സഹോദരിയും പിന്നെ ഒരു ഉമ്മയാണ്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാൻ പറ്റില്ല. ഇത് പേടിക്കേസ് പിന്നെ അത് വെള്ളത്തിലേക്ക് പോയി നമുക്ക് ക്ലോസ് ചെയ്തു. സ്വഭാവം അവരെ എല്ലാം ഇത് പറയുന്ന ഉമ്മയാ പറയുന്നത്. കുട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ കുട്ടി വെള്ളം നമുക്ക് പോക്ക് പേടിയാ, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ. പിന്നെ ഞാൻ നമ്മളോട് പറയുന്നത് ഈ 1.5 വയസ്സ് ഒരു വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അറിയാത്ത ഫ്രണ്ട്സിന് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയും വേഗം കുഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് എൻ്റെ ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.